ഹാപ്പി മോർണിംഗ് BNI. നമ്മൾ ഇവിടെ BNIയിൽ വന്നിരിക്കുന്നത് ബേസിക്കലി നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു കോസ്മിക് പവറിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ആഫ്രിക്കക്കാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമുക്ക് ഒരുപാട് വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണം, പക്ഷേ നമുക്ക് ഒരുപാട് ദൂരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പോകണം. വലിയ വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ വേണം, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ദൂരം താണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. നോമ്പുകാലാണ്. ഞാനിവിടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഒരു ചെറിയ കഥ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. ഒരിക്കലും മദീനയിൽ വെച്ചിട്ട് പ്രവാചകൻ ഖുറൈഷ് എന്ന് പറയുന്ന ഒരു ട്രൈബുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ട്രൈബ് ഒന്നായിട്ട് നബിയുടെ ആശയങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു ചർച്ചയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കെ അന്ധനായിട്ടുള്ളൊരു മനുഷ്യൻ, അബ്ദുള്ള ഇബിൻ മക്തും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വഴി കടന്നു വന്ന് നബിയോട് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ കണ്ടിന്യൂസ്ലി ചോദിക്കുകയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ച നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചർച്ച സ്വാഭാവികമായും തടസ്സപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ ഒട്ടും പ്രകോപിതനാവാതെ, അയാളോട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും പറയാതെ നബി എന്ത് ചെയ്യുന്നു, ആ ചർച്ച കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ അന്ധനായിട്ടുള്ള മനുഷ്യന് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു ചർച്ച നടക്കുകയാണ്, ഞാൻ ഇതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാ കണക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നബി അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വളരെ വലിയൊരു ഗ്രൂപ്പുമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ പോലും ഒരു അന്ധനായിട്ടുള്ള ഒരു പാവം മനുഷ്യൻ വന്ന് ചോദിക്കുമ്പോൾ അയാളെ ഹേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലോ ബിസിനസ്സിലോ എല്ലാ കണക്ഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ വൺ ഇസ് അൺഇമ്പോർട്ടൻ്റ് ഇൻ നെറ്റ്വർക്കിംഗ് എന്നാണ്. അതായത് ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് അദ്ദേഹം ഒരു കുടിൽ കെട്ടി ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുകയല്ല ചെയ്തിരുന്നത്. എന്ത് ചെയ്തു, കാട്ടിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, പല ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നു. ഈവൻ വഴിയിൽ കണ്ട വാനരന്മാരോട് പോലും നെറ്റ്വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ തമാശ. ആൻഡ് ഫൈനലി എന്തുണ്ടായി, സീതാദേവിയെ നഷ്ടപ്പെട്ടപ്പോൾ ലങ്കയിലേക്ക് പോകാൻ പാലം പണിതത് ഈ വാനരന്മാരാണ്. അപ്പോൾ വാനരന്മാരാണ് നെറ്റ്വർക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, സീതാദേവിയെ തിരിച്ച് കിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. യേശുദേവൻ്റെ കാര്യം എടുക്കുക, ഇപ്പോഴും ഈസ്റ്ററിൻ്റെ നോയമ്പ് കാലം കൂടിയാണ്. ടീം വർക്ക് എന്ന് പറയുന്നതാണ് നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. യേശുദേവൻ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും യേശുദേവൻ എന്ത് ചെയ്യുന്നു, ഒരു 12 ശിഷ്യരെ കൂടെ കൂട്ടുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇനി ലോകം മുഴുവൻ യേശുദേവൻ എന്നെ പ്രീച്ച് ചെയ്താൽ പോരെ, അല്ല, ഒരു 12 പേരെ കൂടെ കൂട്ടുന്നുണ്ട്. കാരണം യേശുദേവനും അറിയാം ഒറ്റയ്ക്കല്ല സാധിക്കുക, നമ്മുടെ കൂടെ ഒരു ടീം വേണം. ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മെസ്സേജസ് അക്രോസ് ദ ബൗണ്ടറീസ്, അക്രോസ് ദ ടൈം പീരീഡ് ഒക്കെ എത്തിക്കണമെങ്കിൽ വി നീഡ് എ ടീം എന്നുള്ളത് യേശുദേവനും അറിയാം. ബുദ്ധ ഭഗവാൻ ബോധിവൃക്ഷത്തിൻ്റെ കീഴിൽ ബോധോദയം ഉണ്ടായിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ, ഒരു സംഘം രൂപീകരിക്കുകയായിരുന്നു. സമാന മനസ്കരായിട്ടുള്ള ആളുകളെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകത്തിലേക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഫോം ചെയ്യുകയാണ് ബുദ്ധൻ ചെയ്തത്. അപ്പോൾ ശ്രീബുദ്ധനും നമ്മളോട് പറയുന്നത് എന്താണ്, വി ആർ ഓൾവേസ് ബെറ്റർ ടുഗദർ എന്നാണ്. നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ, ഒറ്റയ്ക്ക് പോയാൽ ഒരിക്കലും എത്തില്ല എന്നുള്ളതാണ് ശ്രീബുദ്ധനും പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രോഡക്റ്റ് അല്ല വെക്കുന്നത്, അവരുടെ സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശം എല്ലായിടത്തേക്ക് എത്തിക്കാൻ പോലും നമ്മുടെ കൂടെ ഒരു ടീം വേണം, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യണം എന്നുള്ള വലിയ മെസ്സേജസ് ആണ് ഈ എല്ലാ മഹാന്മാരും നമുക്ക് തരുന്നത്. താങ്ക് യു.